വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു ദ കൊമേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് കമ്പനി അതുപോലെ തന്നെ പബ്ലിക് കമ്പനി. അപ്പോൾ എന്താണ് പ്രൈവറ്റ് കമ്പനി, എന്താണ് പബ്ലിക് കമ്പനി, നമുക്ക് നോക്കാം. അപ്പം ബേസിക്കായിട്ട് നമുക്ക് പ്രൈവറ്റ് കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു പ്രൈവറ്റ് കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ 200 പേരാണ്. അപ്പം നമുക്കൊരു പ്രൈവറ്റ് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്കൊരു 2 പേരുണ്ടെങ്കിലേ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കൊരു പ്രൈവറ്റ് കമ്പനിയിൽ തികച്ചും ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഓണേഴ്സ് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ഒരു പ്രൈവറ്റ് ബിസിനസ് തന്നെയാണ് ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പം താല്പര്യമുള്ള എമൗണ്ട് വെച്ച് തന്നെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ തുകയാണെങ്കിലും ആ ഒരു എമൗണ്ട് വെച്ച് തന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്ത് അത് റൺ ചെയ്ത് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണെന്ന് പറയാം. അതായത് മറ്റ് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ലീഗൽ ഒരുപാട് പ്രൊസീജിയറുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേസ് നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കമ്പനിക്കെതിരെ മറ്റാരെങ്കിലും ഒരു കേസ് കൊടുത്താൽ അത് നമുക്ക് കമ്പനിക്കെതിരെ കിട്ടാം. അങ്ങനെയൊക്കെയുള്ളൊരു ലീഗൽ പൊസിഷനുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പേര്, ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പേര് ശേഷം ആ കമ്പനിയുടെ പേരിന് ശേഷം ആ കമ്പനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിന് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സഫിക്സ് ചേർക്കേണ്ടതാണ്. അത് പബ്ലിക് കമ്പനി ആണെങ്കിൽ അത് ലിമിറ്റഡ് എന്ന് മാത്രം ചേർത്താൽ മതി. അപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ നെയിം കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സഫിക്സ് തീർച്ചയായിട്ടും ചേർക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റീസ് ഒക്കെ ലിമിറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എത്ര തുകയാണോ അതിന് മാത്രമേ നമ്മൾ ലയബിൾ ആവൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു ബാധ്യത കമ്പനിക്കുണ്ടായാൽ നമ്മൾ ലയബിൾ അല്ല. അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് കമ്പനീസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രാൻഡ് വാല്യൂ അതിന് കിട്ടും. ആ ഒരു കമ്പനിയുടെ പേരിന് തന്നെ ഒരു നല്ലൊരു ബ്രാൻഡ് വാല്യൂ കിട്ടാം. അതുപോലെ തന്നെ എപ്പോഴും ഈ പ്രൈവറ്റ് കമ്പനിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ LLP പ്രൈവറ്റ് കമ്പനിയെ പോലെ തന്നെ ലയബിലിറ്റിയുടെ കാര്യത്തിൽ ലിമിറ്റഡ് ആണ് LLP എന്ന് പറയുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് പ്രൈവറ്റ് കമ്പനിയെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് പബ്ലിക് കമ്പനി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 7 മെമ്പേഴ്സ് പബ്ലിക് കമ്പനിയിൽ വേണം. അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര വേണമെങ്കിലും ആവാം, അതിന് ലിമിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിയെ അപേക്ഷിച്ച് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ കമ്പനികളായിരിക്കും. അതൊരു ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇടുന്ന വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഹ്യൂജ് കമ്പനി ആയിരിക്കും. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ജനറൽ പബ്ലിക്കുകൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ രജിസ്റ്റർ ചെയ്ത കമ്പനികളായിരിക്കും പബ്ലിക് കമ്പനീസ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടുന്ന് ഷെയറുകൾ വാങ്ങിക്കാം. ഏതൊരു കമ്പനിയുടെയും, ഒരു പബ്ലിക് കമ്പനിയുടെയും ഷെയർസ് വാങ്ങാം, നമുക്ക് വിൽക്കാൻ സാധിക്കും. നമുക്ക് ഷെയർ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വാങ്ങാം. ഏത് ഷെയർ വേണമെങ്കിലും, ഏത് കമ്പനിയുടെ ഷെയർ വേണമെങ്കിലും വാങ്ങാം. അത് സെയിൽ ചെയ്യാം, അത് പ്രോഫിറ്റിന് സെയിൽ ചെയ്യാം. അത് അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു കൺട്രോളിംഗ് ഒക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ പറഞ്ഞ പോയിൻ്റാണ്, നമ്മൾ ഈ പബ്ലിക് കമ്പനിയുടെ പേരിൻ്റെ അറ്റത്ത്, അതായത് സഫിക്സ് ആയിട്ട് നമ്മൾ ലിമിറ്റഡ് എന്നാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് പ്രൈവറ്റ് കമ്പനി, എന്താണ് പബ്ലിക് കമ്പനി എന്നൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.